ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പങ്കുവയ്ക്കലിൻ്റെയും എല്ലാത്തിൻ്റെയും ആകത്തുകയായ ഈ ക്രിസ്മസ് ദിനം, തിരുപ്പിറവി ദിനം നമുക്ക് ഏറ്റവും മഹത്തരമായി നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചാമ്പ മരത്തിൽ ഉണ്ടായ ചാമ്പയ്ക്ക കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്ത് വൈനിട്ടു കേട്ടോ. ഇന്നത് രാവിലെ ഞാൻ എടുത്തു നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ചാമ്പയ്ക്ക വൈന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഞാൻ 1 കിലോ ചാമ്പയ്ക്കയ്ക്ക് നമ്മൾ മുന്തിരി എങ്ങനെയാണ് ഇടുന്നത് അതേ അളവിൽ തന്നെ കേട്ടോ. 1 കിലോ ചാമ്പയ്ക്കയ്ക്ക് 1 കിലോ പഞ്ചസാര, 5 ഗ്രാമ്പൂ, 5 ഏലക്ക, 3 കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, തിളപ്പിച്ച ആറിയ വെള്ളമെടുത്തു. അതുപോലെ തന്നെ 1 കിലോ പഞ്ചസാരയുടെ 1/4 കിലോ എടുത്തിട്ട് അത് ബ്രൗൺ ഷുഗറാക്കി അതിന് 1/2 ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ച് ചാമ്പയ്ക്ക അതിലിട്ട് തിളപ്പിച്ചു. അതിനുശേഷം തണുത്തതിന് ശേഷം ബാക്കി തണുത്ത വെള്ളം കൂടി ചേർത്ത് ബാക്കി അതിനുള്ള അനുബന്ധ സാമഗ്രികളെല്ലാം കൂടെ ഇട്ട് ഞാൻ വെച്ചു 7 ദിവസം. നല്ല വൈനാണ് കേട്ടോ. മുന്തിരി ഇട്ടതുപോലെ തന്നെ, മുന്തിരിയുടെ വൈൻ പോലെ തന്നെയാണ് ചാമ്പയ്ക്കയുടെ വൈനും. ഞാൻ ആദ്യമായിട്ടാണ് ചാമ്പയ്ക്ക ഇടുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പറമ്പിലുണ്ടായ വർഷങ്ങളായി ഉണ്ടാകുന്ന ചാമ്പയ്ക്ക ഒരിക്കൽ പോലും ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. കുറേയൊക്കെ പച്ചയ്ക്കൊക്കെ പറിച്ച് തിന്നും എന്നുള്ളതല്ലാതെ ഞാനങ്ങനെ ഈ തരത്തിൽ ഉപയോഗിച്ചിട്ടില്ല. എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ പുതിയൊരു ഐറ്റം എൻ്റെ സ്വന്തം പറമ്പിൽ നിന്ന് എടുത്ത് അതിനെ വൈൻ രൂപത്തിലാക്കി മാറ്റിയ സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മുന്തിരി വൈൻ ഇട്ടിരുന്നല്ലോ, അതും ഇനി കുറച്ച് ബാക്കിയുണ്ട്. കരോളിന് കുട്ടികൾ വന്നപ്പോൾ അവർക്ക് നമ്മുടെ മുന്തിരി വൈന് കൊടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇനി ചാമ്പയ്ക്ക വൈനുണ്ട്. അതുപോലെ തന്നെ നിറം വ്യത്യാസം മാത്രമേ ഉണ്ടെന്നേ ഉള്ളൂ. ടേസ്റ്റിലേക്ക് വൈനിൻ്റെ നല്ല ഗുണമുണ്ട്. ചാമ്പയ്ക്ക വൈൻ ഇത്രയും മനോഹരമാകുന്നല്ല, ഇത്രയും നല്ല രുചികരമാകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും വളരെ നന്നായിട്ട് തന്നെ അത് നമുക്ക് കിട്ടി. അങ്ങനെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒക്കെ ഒരു ദിനം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ ഊണൊക്കെ കഴിഞ്ഞ് ക്ഷീണം അകറ്റുന്ന സമയമായിരിക്കും ഇപ്പോഴെല്ലാം. ഓക്കെ, ഞാനും വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെ കഴിച്ചു. അപ്പോൾ ഈ വൈനിൻ്റെ ഇതോടെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ സമാധാനം ഇനി എന്നും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാവരുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതിരൂപമായി യേശു ക്രിസ്തു ഉണ്ണീശോ നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നു. ആ സന്തോഷത്തെ, സമാധാനത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി പുതുവത്സര ഇനിയുള്ള ദിനങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുമല്ലോ അല്ലേ? അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ചാമ്പയ്ക്ക വൈൻ നല്ലതല്ലേ? നല്ലതാണ് കേട്ടോ. നല്ല രുചികരമായ ചാമ്പയ്ക്ക വൈൻ ആണ്. അപ്പം ഇനിയും
ചാമ്പയ്ക്ക വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഇതുപോലെ വൈനിട്ട് കുടിക്കണം. ഇടയ്ക്കൊക്കെ കുടിക്കുക, നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.